സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വീഴ്ചകളും പാപങ്ങളും പരിപൂർണമായി നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ഒരു ലോകത്ത് വിജയിക്കാനും അള്ളാഹു നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരും രോഗികളായി കഴിയുന്ന, ആശുപത്രികളിൽ കഴിയുന്ന, മാനസികവും ശാരീരികവുമായി പ്രയാസമനുഭവിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരുടെയും ആഖിറം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഐഹിക ജീവിതത്തിൻ്റെ വഞ്ചനയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഇപ്രകാരം ചോദിച്ചതായി സഹ്ൽ ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്. ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു അഹബ്ബനി അല്ലാഹു അഹബ്ബനി അന്നാസ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ എനിക്ക് ഒരു അമൽ പഠിപ്പിച്ചു തരണം, അറിയിച്ചു തരണം. ആ സൽക്കർമ്മം ഞാൻ പ്രവർത്തിക്കുന്നതിലൂടെ അള്ളാഹു എന്നെ സ്നേഹിക്കും, അതുപോലെ തന്നെ ജനങ്ങളും എന്നെ സ്നേഹിക്കും. അങ്ങനെയുള്ള ഒരു സൽക്കർമ്മം എനിക്ക് അറിയിച്ചു തന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി, ഇസ്ഹദ് ഫിദ്ദുനിയ യുഹിബ്ബുകല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. നീ ദുനിയാവിനോട് വിരക്തിയുള്ളവനാവുക, എന്നാൽ അള്ളാഹു നിന്നെ സ്നേഹിക്കും. ജനങ്ങളുടെ പക്കലുള്ളത് നീ ആഗ്രഹിക്കാതിരിക്കുക, അതിനോട് നീ വിരക്തി കാണിക്കുക, അത് ചോദിക്കാതിരിക്കുക, ആഗ്രഹിക്കാതിരിക്കുക, എന്നാൽ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും. വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിശാലമായ ഒരാശയമാണ് ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ദുനിയാവിനോട് വിരക്തിയുള്ളവനാവുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ വഞ്ചനയെക്കുറിച്ച് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ബോധമുണ്ടാകണം. നമ്മൾ ദുനിയാവിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷെ എന്നാലും പലപ്പോഴും നമ്മൾ അറിയാതെ ദുനിയാവിൻ്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൻ്റെ വഞ്ചനയിൽ കുടുങ്ങരുത്, ദുനിയാവ് നമ്മളെ വഞ്ചിക്കുന്ന വഞ്ചനയുടെ ചരക്കാണ്, അതിനെ അത്യാർത്തിയോടുകൂടി സമീപിക്കരുത്, അതിനോട് വിരക്തിയുള്ളവനാകണം, ഹൃദയത്തിൽ എപ്പോഴും ആഖിറമാണ് ഉണ്ടാകേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നത്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇഅ്ലമൂ, നിങ്ങൾ ശ്രദ്ധിച്ച് നല്ലതുപോലെ മനസ്സിലാക്കണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതത്തിന്റെ അനുഭവം, ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലഈബുൻ വലഹുൻ, അത് കളിയും വിനോദവുമാണ്. വസീനത്തുൻ, അലങ്കാരമാണ്. വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ ദുരഭിമാനം നടിക്കലാണ്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളുടെ വിഷയത്തിലും സമ്പത്തിന്റെ വിഷയത്തിലുമെല്ലാം പെരുമ പറയലാണ്. അതിന്റെ എല്ലാം ഉദാഹരണം കമസലി ഗൈസിൻ, ഒരു മഴ പോലെയാണ്. ആജബൽ കുഫാർ നബാത്തു, മഴ പെയ്ത് അതിലൂടെ സസ്യങ്ങൾ മുളച്ചു കഴിയുമ്പോൾ കൃഷിക്കാരന് നല്ല സന്തോഷമുണ്ടാകും. സുമ്മ യഹീജു, പിന്നീട് അത് ഉണങ്ങിപ്പോവുകയാണ്. ഫതറാഹു മുസ്ഫറ, അതിന് മഞ്ഞ വർണ്ണം പൂണ്ടതായി നിനക്ക് കാണാൻ കഴിയും. സുമ്മ യകൂനു ഹുജാമ, പിന്നെ അത് ഉണങ്ങി വരണ്ട് നുരുമ്പിപ്പോകും. ഇതുപോലെയാണ് ദുനിയാവിലെ അവസ്ഥകളെല്ലാം. നല്ലതുപോലെ വളർന്നു വരുമ്പോൾ വലിയ പ്രതീക്ഷയും വലിയ ആശയവും നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. പക്ഷെ പിന്നീട് അത് പഴകും, അത് ദ്രവിക്കും, അത് ബലഹീനമാകും, അതില്ലാതാകും. അതാണ് ദുനിയാവിൽ നമുക്ക് വ്യക്തികളിലും വസ്തുക്കളിലും മനുഷ്യരിലും നാടുകളിലും ഒക്കെ കാണാൻ കഴിയുന്നത്. അള്ളാഹു എത്ര സുന്ദരമായിട്ടാണ് ഈ ഐഹിക ജീവിതത്തെ വിവരിച്ചിരിക്കുന്നത്. എത്രയും താൽക്കാലികമായ ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ദുനിയാവിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കരുത്. കാരണം ഇത് നിങ്ങളെ വഞ്ചിക്കുന്ന വഞ്ചനയുടെ ചരക്കാണ്. എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ രേഖപ്പെടുത്തുന്നുണ്ട്. വഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്, നിങ്ങൾ ഇതിനോട് അമിതമായി സ്നേഹം വെക്കുകയും ഇതിനുവേണ്ടി നിങ്ങളുടെ ദീനിനെ നിങ്ങൾ നശിപ്പിക്കുകയും ചെയ്താൽ ആഖിറത്തിൽ കഠിനമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. വമഗ്ഫിറത്തു മിനല്ലാഹി വറിദ്വാൻ, എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം ആഖിറമായി അള്ളാഹുവിന്റെ തൃപ്തിയായി കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പാപമോചനവും നിങ്ങൾക്ക് ലഭിക്കും. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഇതിനെ സൃഷ്ടിച്ച ഇതിന്റെ സൃഷ്ടാവ് പറയുകയാണ്, ഇത് വഞ്ചനയുടെ വിഭവമാണ്, ഇത് താൽക്കാലികമായി ഉണ്ടാക്കിയതാണ്, താൽക്കാലികമായ ഒരു സെറ്റപ്പാണ്.
അതുകൊണ്ട് ഇതിനെ നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കരുത്. ഇതിനുവേണ്ടി നിങ്ങൾ അങ്ങേയറ്റം നിങ്ങളുടെ മനസ്സ് കൊടുക്കരുത്. മറിച്ച് നിങ്ങളുടെ മനസ്സും അധ്വാനവും ആഗ്രഹവും ഒക്കെ ഇതിലൂടെ എങ്ങനെ ആഖിറം സമ്പാദിക്കാൻ പറ്റും എന്നായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഉപദേശം നൽകുകയാണ്. ഒരു പ്രാവശ്യം അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്, ഞാൻ പ്രവാചകന്റെ സദസ്സിൽ വന്നപ്പോൾ പ്രവാചകൻ അൽഹാഖുമുത് തകാസുർ എന്ന സൂറത്ത് ഓതി സഹാബാക്കളെ ഉപദേശിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പ്രവാചകൻ പറയുകയാണ്, അൽഹാഖുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മനുഷ്യൻ പറയുകയാണ്, എന്റെ ധനം, എന്റെ ധനം, മാലി മാലി, എന്റേത് എന്റേത് എന്ന് മനുഷ്യൻ പറയുകയാണ്. ഇതെന്റേതാണ്, ഇതെന്റേതാണ്, എന്റെ സമ്പത്താണ് എന്ന് മനുഷ്യൻ പറയുകയാണ്. എന്നാൽ വഹല്ലക മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫനൈത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് നിങ്ങളത് എന്ന് പറയാൻ എന്താണുള്ളത്? നിങ്ങൾ തിന്ന് തീർന്നത് അത് നിങ്ങളതാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നീ ഉടുത്ത് നുരുമ്പിപ്പോയത് അത് നിന്റേതാണെന്ന് പറയാം. നിന്റെ ഡ്രസ്സാണെന്ന് എനിക്ക് പറയാം, നുരുമ്പിപ്പോയി കഴിഞ്ഞത്. നീ ദാനധർമ്മം ചെയ്ത് നിനക്ക് വേണ്ടി നാളെ ആഖിറത്തിന് വേണ്ടി അവശേഷിപ്പിച്ചത് അത് നിന്റേതാണെന്ന് പറയാം. ബാക്കിയൊന്നും നിന്റേതല്ല, അതൊക്കെ മറ്റുള്ളവർ കാത്തു നിൽക്കുന്ന, അതിനൊക്കെ അനന്തരാവകാശികളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റേത് എന്റേത് എന്റെ ധനം എന്റെ ധനം എന്ന് പറയുന്ന ആളുകളെ പരിഹസിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അപ്പൊ സൂറത്തു തകാസുർ വളരെ അർത്ഥവത്തായ ഒരു സൂറത്താണ്. ആ സൂറത്ത് പാരായണം ചെയ്യുന്നതിലൂടെ വലിയ പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്രവാചകൻ ചോദിക്കുകയുണ്ടായി, 1000 ആയത്തുകൾ നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ കഴിയുമോ? സഹാബാക്കൾ പറഞ്ഞു, 1000 ആയത്തോ, അതെങ്ങനെയാണ്? പ്രവാചകൻ പറയുകയുണ്ടായി, നിങ്ങൾ അൽഹാഖുമുത് തകാസുർ പാരായണം ചെയ്താൽ 1000 ആയത്തിന്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുക. കാരണം അതിന്റെ അർത്ഥം അത്രയും സമ്പൂർണമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളുമായി ബന്ധപ്പെടുന്നതാണ്. മനുഷ്യൻ എന്നുള്ള നിലക്ക് ആരോഗ്യ സമയത്ത്, സമ്പത്തിൽ, നമ്മുടെ ദുനിയാവിൽ പലപ്പോഴും പെരുമ നടിക്കും, പരസ്പരം വമ്പ് പറയും. അതിനെ അല്ലാഹു വിമർശിക്കുകയാണ്. അൽഹാഖുമുത് തകാസുർ, നിങ്ങൾ പരസ്പരം പെരുമ പറയുന്നത് നിങ്ങൾ അശ്രദ്ധയിലാക്കി. ഹത്താ സുർത്തുമുൽ മഖാബിർ, അങ്ങനെ ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യത്തിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുക. ഖബറിലെത്തുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. ദുനിയാവിൽ ഇവിടുത്തെ അലങ്കാരങ്ങളും ഇവിടുത്തെ കൂട്ടുകാരും ഇവിടുത്തെ അവസ്ഥകളും ഒക്കെ ആയി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുകയില്ല. പക്ഷെ നിങ്ങളെ കൊണ്ടുപോയി ഖബറിൽ വെക്കും ഒരു ദിവസം. അപ്പോഴാണ് നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവുക. നിങ്ങൾ ഈ പെരുമ പറഞ്ഞതൊക്കെ വെറുതെ ആയിപ്പോയി എന്നന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ സമ്പത്തിന്റെ പേരിലും നിങ്ങളുടെ സന്താനത്തിന്റെ പേരിലും നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ പേരിലും നിങ്ങളുടെ വാഹനങ്ങളുടെ പേരിലും നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ പേരിലും ഒക്കെ നിങ്ങൾ എന്റേതാണ് എന്ന് പറഞ്ഞ് പെരുമ നടിച്ചതൊന്നും അന്ന് നിങ്ങളുടെ കൂടെ ഖബറിൽ ഉണ്ടാവുകയില്ല. ഹത്താ സുർത്തുമുൽ മഖാബിർ, കല്ലാ, വേണ്ട, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. സൗഫ തഅലമൂൻ, നിങ്ങൾ പിന്നീടാണ് കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുക. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, അറിയുക, പിന്നീടാണ് നിങ്ങൾ കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുക. അല്ലാഹു പറയുകയാണ്, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ഉറപ്പുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ പെരുമ നടിക്കുകയില്ല. ഒരിക്കലും നിങ്ങളെ പുകഴ്ത്തി പറയുകയില്ല. നിങ്ങൾ എന്റേതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ദുരഭിമാനം നടിക്കുകയില്ല. ഉറപ്പുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അഥവാ മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചും ഞാൻ എവിടുന്നാണ് വന്നത്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഇപ്പോൾ ഞാൻ എത്ര ബലഹീനനാണ് എന്ന ശരിയായ ഒരു അറിവ്, ബോധം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നീ ഇങ്ങനെ പെരുമ പറയുകയോ പൊങ്ങച്ച നടിക്കുകയോ ചെയ്യുകയില്ല. ലതറവുന്നൽ ജഹീം, നീ ഉറപ്പായും നരകം കാണും. നിന്റെ ജീവിതത്തിൽ നീ ഉറപ്പായും മരണശേഷം നരകം കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, ഉറപ്പായ കണ്ണിന്റെ കാഴ്ച കൊണ്ട് നീ അത് കാണും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അന്ന് നിനക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും നിന്നോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് അല്ലാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളും നമ്മളോട് ചോദിക്കപ്പെടാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുണ്ടായി, നല്ല കഠിനമായ ചൂടുള്ള സമയത്ത് നല്ല തണുത്ത വെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ചോദ്യമുണ്ടാകും. നല്ല ചൂടുള്ള സമയങ്ങളിൽ നല്ല ചെരുപ്പ് നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിനും അല്ലാഹു ചോദ്യമുണ്ടാകും. അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന്
നമ്മളോട് ചോദ്യമുണ്ടാകും. ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും, എത്രത്തോളം നിനക്കൊരു നല്ല ഭാര്യയെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പോലും ചോദിക്കും, നിന്റെ മക്കളെ കുറിച്ച് ചോദിക്കും എന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി നമുക്ക് തഫ്സീറിൽ കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സൂറത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്, ദുനിയാവിൽ നമ്മൾ പെരുമ നടിക്കുന്നതെല്ലാം താൽക്കാലികമായതാണ്, നമ്മളത് വിട്ടുപോകാനുള്ളതാണ്, അല്ലെങ്കിൽ അത് നമ്മളെ വിട്ടുപിരിയുന്നതാണ്. ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അങ്ങാടിയിൽ പ്രവാചകൻ എത്തിയപ്പോൾ അവിടെ കൂമ്പാരം, വേസ്റ്റിന്റെ കൂമ്പാരൊക്കെ ഇട്ട ഒരു ഭാഗത്ത് പ്രവാചകൻ ഒരു ആടിനെ കാണുകയുണ്ടായി. സഹാബാക്കളോട് പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ആട് ഒരു ദിർഹമിന് തരട്ടെ, നിങ്ങൾ വാങ്ങിക്കുമോ? ഇമാം മുസ്ലിം ഉദ്ധരിക്കുകയാണ്, സഹാബാക്കൾ പറഞ്ഞു, അത് ഞങ്ങൾക്ക് വേണ്ട, അത് ചത്ത ആടല്ലേ, അത് ജീവിച്ചിരുന്നാൽ പോലും ഞങ്ങൾ ഇഷ്ടപ്പെടൂല, കാരണം ബഹു അസക്ക്, അത് ഒരുതരം രോഗമുള്ള ചെവി ചെറിയ ആടാണ്. അപ്പൊ ചെവി വലിയ ആടാണ് നല്ല ആടുകൾ. അറബികളെ സംബന്ധിച്ചിടത്തോളം അവര് പ്രത്യേകം അങ്ങനെ നോക്കിയാണ് വാങ്ങിക്കുക. അപ്പൊ അങ്ങനെ ഈ ചെവി ചെറിയ ആടിനെ നമ്മൾ ഒരിക്കലും ഇത് നല്ല അവസ്ഥയിൽ പോലും നമ്മൾ വാങ്ങിക്കുകയില്ല. പിന്നെ ഇത് ചത്തതാരിക്ക് വേണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലദ്ദുനിയാ ഹുവനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും, നിങ്ങൾ എത്രമാത്രം നിസ്സാരമായിട്ടാണോ ഇതിനെ കാണുന്നത്, ഇതിനേക്കാൾ നിസ്സാരമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ഈ കെട്ടിപ്പുണരുന്ന ദുനിയാവ്, നിങ്ങൾ ജീവിതം ഹോമിച്ചിരിക്കുന്ന ഈ ദുനിയാവ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ അധ്വാനിച്ച് പരിശ്രമിച്ച് നിങ്ങൾ ജീവിതം തുറക്കുന്നത്, അള്ളാഹുവിനെ മറന്ന് ആഖിറം മറന്ന് വിസ്മൃതിയിൽ ജീവിക്കുന്നത്, സത്യത്തിൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ നിസ്സാരമായതാണ് എന്ന്, വളരെ താൽക്കാലികമായതാണ് എന്ന് ഒരു ഉദാഹരണത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ. എല്ലാ ജുമുഅകളിലും സാധാരണ ഓതാപ്പെടാറുള്ള സൂറത്തുൽ അഅലയിലെ ഒരു ആയത്താണിത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, പക്ഷേ നിങ്ങൾ ദുനിയാവിനാണ് പ്രാധാന്യം നൽകുന്നത്. അള്ളാഹു പറഞ്ഞു, കുറെ കാര്യങ്ങൾ പറഞ്ഞ് അള്ളാഹു പറയണം, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഹൃദയത്തിൽ ദുനിയാവിനാണ് പ്രാധാന്യം ഉണ്ടാവുക, നിങ്ങൾ അതാണ് നേരിട്ട് കാണുന്നത്. പക്ഷെ വൽ ആഖിറതു, ആഖിറമാണ് ഖൈറുൻ, ഏറ്റവും ശ്രേഷ്ഠമായത്, വഅബ്ഖ, എന്നെന്നും നിലനിൽക്കുന്നതും അതാണ്, എപ്പോഴും അത് നിലനിൽക്കും, അത് ഏത് സമയത്തും നിന്റെ അടുത്തേക്ക് വരും. നമ്മൾ വളരെ ദൂരായിട്ടാണ് അതിനെ കാണുന്നത്, പക്ഷെ അള്ളാഹു പറയാണ് വനറാഹു ഖരീബ, അത് വളരെ അടുത്താണ്, നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിന്നോട് അടുത്ത് നിൽക്കുകയാണ് നിന്റെ ആഖിറ. പക്ഷേ നമ്മൾ അതിനെ വളരെ ദൂരെയായിട്ടാണ് കാണുന്നത്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊല സുഹുഫി ഇബ്രാഹീമ വ മൂസ, നിശ്ചയം ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഏടിൽ പറഞ്ഞത്, ഇതാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഏടിൽ പറഞ്ഞത്. അവർക്കൊക്കെ നൽകപ്പെട്ട ഉപദേശങ്ങളിലും ഈ കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കരുത്, ഇത് വിട്ട് നിങ്ങൾ എല്ലാവരും പോണം, അത് ഏത് സമയത്തും പോകേണ്ടി വരും. ഇതാണ് മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിലൊക്കെ വിവരിച്ച പ്രധാനപ്പെട്ട വിഷയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. സ്ഥിരമായി കേൾക്കാൻ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആയത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നിർദ്ദേശിക്കാറുണ്ട്. മുഅ്മിനീങ്ങൾ എപ്പോഴും അത് കേൾക്കണം. അതാണ് ജുമാക്ക് എപ്പോഴും ഇത് ഓതണം. അങ്ങനെ ഓതി കേട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് ബോധം ഉണ്ടാകണം. മറ്റൊരായത്താണ് ജുമാക്ക് ഓതുന്നത്, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളൊന്നും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. അപ്പൊ ദുനിയാവിന്റെ സമ്പത്തിന്റെ കൂടെ നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ, ദുനിയാവിൽ നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ ആഖിറം മറന്നുപോകാൻ, അള്ളാഹുവിനെ മറന്നുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യം എപ്പോഴും സത്യവിശ്വാസികൾ കേൾക്കണം, അതിനെക്കുറിച്ച് അവരെ ഉണർത്തിക്കൊണ്ടിരിക്കണം എന്ന അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ആവർത്തിച്ച് ഓതാനും അത് കേൾക്കാനും നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മളുടെ ഏറ്റവും വലിയ പരാജയത്തിന്റെ കാരണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത് നമ്മുടെ സമ്പത്തിന്റെ കുറവല്ല, നമ്മുടെ അധികാരത്തിന്റെ കുറവല്ല. മുസ്ലിമീങ്ങൾ ഏതെല്ലാം കാലത്ത് പരീക്ഷണങ്ങളുടെ നടുവിലെത്തുന്നുണ്ടോ, അവരെല്ലാവരും കല്ലെറിയുന്നുണ്ടോ, അവരെ ഉപദ്രവിക്കുന്നുണ്ടോ, അതിന്റെ കാരണത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സൗബാൻ റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്നുണ്ട്, യൂശക്കുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽ അക്ലതു ഇലാ ഖിസ്അതിഹാ, ഒരു കാലഘട്ടം വരും അന്ന് ജനങ്ങൾ എല്ലാവരും മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും, മുസ്ലിമീങ്ങളെ കുറിച്ച് മോശമായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്രകാരം ഭക്ഷണത്തളിക വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ കൈകൾ അതിലേക്ക് പോകുമോ
അതേപോലെയാണ് എല്ലാ ഭാഗത്തുനിന്നും ആര് പറയുകയാണെങ്കിൽ അത് മുസ്ലിമീങ്ങളെ കുറിച്ചാണ് പറയുക, മുസ്ലിമീങ്ങളുടെ കുറവുകളാണ് പറയുക, മുസ്ലിമീങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങളാണ് പറയുക, മുസ്ലിമീങ്ങളാണ് എപ്പോഴും ചർച്ചയിൽ ഉണ്ടാവുക. എല്ലാ വിഭാഗം പറയുകയാണെങ്കിൽ മുസ്ലിമീങ്ങളെ പറയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അന്ന് അന്ന് നമ്മുടെ എണ്ണത്തിൽ കുറവായതിന്റെ പേരിലാണോ നമ്മളെ എല്ലാവരും കൂടി ക്രൂശിക്കുന്നത്, നമ്മളെല്ലാവരും കൂടി ഉപദ്രവിക്കുന്നത്, നമ്മളെ കുറ്റപ്പെടുത്തുന്നത്, നമ്മളുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൽ അൻതും കസീറുൻ, അന്ന് നിങ്ങൾ കുറവല്ല, അന്ന് വളരെ കൂടുതൽ നിങ്ങൾ ഉണ്ടാകും. പക്ഷേ അന്ന് നിങ്ങൾ മലവുള്ള ചണ്ടികളെ പോലെ ആർക്കും വേണ്ടാത്ത ചണ്ടികളായിരിക്കും. നിങ്ങൾ പേരിന് മുസ്ലിം ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ ഇസ്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവൂല. അപ്പൊ അതിലും പെട്ടതല്ല ഇതിലും പെട്ടതല്ല, ഒന്നിലും പെടുത്താൻ നിങ്ങളെ പറ്റൂല. നിങ്ങൾ ചണ്ടികളാണ്. വെള്ളത്തിലും നിങ്ങൾ പെടൂല, മണ്ണിലും നിങ്ങൾ പെടൂല. നിങ്ങൾ ചണ്ടികളാണ്. ഒരു ഉപകാരവും നിങ്ങളെ കൊണ്ടില്ലാത്ത നിങ്ങൾ വെറും ചണ്ടികളായി പോകും. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളെ കുറിച്ചുള്ള മഹാബത്ത്, ഒരു ഗാംഭീര്യം നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർത്തപ്പെടും. നിങ്ങളുടെ ശത്രുത വെക്കുന്ന ആളുകൾ നിങ്ങളെ പുച്ഛമായിട്ടാണ് കാണുക. നിങ്ങളെ കുറിച്ചുള്ള ഒരു ഗൗരവവും അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല. പിന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തരം വഹൻ ഉണ്ടാവും, അത് ഇടപെടും. അതാണ് ആ പ്രശ്നത്തിനൊക്കെ കാരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ചോദിച്ചു, വമൽ വഹനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ, ഈ വഹൻ എന്ന് പറഞ്ഞാൽ എന്താണ് അസുഖം? അപ്പോൾ പ്രവാചകൻ പറയുണ്ടായി, ദുനിയാവിനോടുള്ള അമിതമായ ആർത്തിയാണ്, ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യങ്ങളാണ്. അങ്ങനെ ദുനിയാവിന്റെ ചിന്ത മാത്രമേ ഉണ്ടാവും. നിസ്കരിക്കാൻ കൈകിട്ടിയാലും അതിന്റെ ചിന്ത തന്നെ, പിന്നെ അള്ളാഹനെ ദിക്ർ ചെയ്യുമ്പോഴും അതിന്റെ ചിന്ത തന്നെ. എപ്പോഴും സത്യത്തിൽ അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ മെനക്കെട്ട് വന്ന് കൈകെട്ടി നിൽക്കുകയാണ്, വുദൂഒക്കെ ചെയ്ത്. പക്ഷെ അതിലും ചിന്ത വരുന്നത് ദുനിയാവ് തന്നെയാണ്. ഇത്ര വലിയ ബലഹീനതയാണ് നമ്മുടെ ഈമാൻ, നമ്മുടെ അവസ്ഥകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദുനിയാവ് നിങ്ങളെ മികക്കും, നിങ്ങളെ കൈയടക്കും, നിങ്ങളെ കീഴടക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പരാജയമാണ്, നിങ്ങളുടെ നിന്ദ്യതയാണ്. വകറാഹിയത്തുൽ മൗത്ത്, മരണം നിങ്ങൾ വെറുക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് വഹർ എന്ന് പറയുന്ന രോഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് എന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറയുണ്ടായി, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, നീ ദുനിയാവിൽ ഒരു അന്യനെ പോലെ ജീവിക്കണം, ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം. നീ നിന്റെ ശരീരം മരിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണണം. അഥവാ നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ കൂടെ സഹവസിച്ച ആൾക്കാർ, അവരൊക്കെ മരിച്ചുപോയി, ഞാൻ വലിയ മാന്യനായി ആരോഗ്യം ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇവിടെ ജീവിക്കുകയാണ്. അങ്ങനെയല്ല, നീയും അവരുടെ കൂടെ പോകേണ്ടതായിരുന്നു. അള്ളാഹു നിനക്ക് അല്പം കൂടി തൗബ ചെയ്യാൻ അവസരം തന്നതാണ്. ഇനിയെങ്കിലും നീ ജീവിതം തിരുത്തുന്നുണ്ടോ എന്നാണ് അള്ളാഹു നോക്കുന്നത്. നിന്റെ കൂട്ടുകാർ പോയി, നിന്റെ കുടുംബത്തിൽ പലരും പോയി, നീ അറിയുന്ന പല ആളുകളും മടങ്ങി. സത്യത്തിൽ നീയും അതേപോലെ പോകേണ്ടതായിരുന്നു. പക്ഷെ അള്ളാഹു നിനക്ക് അല്പം കൂടി ആയുസ് നീട്ടിത്തന്നതാണ്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവർ പറയാറുണ്ട്, സാധാരണ ഇദാ അസ്ബഹത ഫലാ തൻതമിറിൽ മസാ, പ്രഭാതമായി കഴിഞ്ഞാൽ നീ പ്രദോഷം പ്രതീക്ഷിക്കണ്ട, പ്രദോഷമായി കഴിഞ്ഞാൽ പ്രഭാതവും നീ പ്രതീക്ഷിക്കണ്ട. ഒരു മനുഷ്യന്റെ കയ്യിൽ രാജാധികാരം നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിൽ ദുനിയാവിനോട് വിരക്തി ഉണ്ടാവുക എന്നതാണ്. അഥവാ അവന്റെ മനസ്സിൽ ദുനിയാവിനോട് താല്പര്യമില്ല, ആഖിറമാണ് അവന്റെ ഹൃദയത്തിലെങ്കിൽ അവനാണ് ദുനിയാവിൽ ഏറ്റവും വലിയ രാജാവ്, അവനാണ് ഏറ്റവും വലിയ ചക്രവർത്തി. അല്ലെങ്കിൽ എല്ലാം അടിമകളാണ്. ആരുടെ? സൃഷ്ടികളുടെ അടിമകൾ. സൃഷ്ടികളുടെ മുന്നിൽ അവന് പല വിനയവും കാണിക്കും, അള്ളാഹുവിനെ അവൻ പേടിക്കുകയില്ല. കാരണം പണം, അതുപോലെ തന്നെ ദുനിയാവിന്റെ വിഭവങ്ങൾ, ഇതിനുവേണ്ടി എന്ത് കോലവും മനുഷ്യൻ കിട്ടും. എന്നാൽ ദുനിയാവിനോടൊരു മനുഷ്യന് വിരക്തി ഉണ്ടായി കഴിഞ്ഞാൽ, ആഖിറത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ അവനാണ് ഏറ്റവും വലിയ രാജാവ്. അവൻ ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ആ സഹാബിനോട് പ്രവാചകൻ പറഞ്ഞത്, നീ ദുനിയാവിനോട് വിരക്തി ഉണ്ടായാൽ അള്ളാഹ് നിന്നെ സ്നേഹിക്കും. രണ്ടാമത് പറഞ്ഞത്, നീ ജനങ്ങളുടെ കയ്യിലുള്ളതും ആഗ്രഹിക്കരുത്, എന്നാൽ ജനങ്ങളും നിന്നെ സ്നേഹിക്കും. ജനങ്ങളുടെ കയ്യിലുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാനോ ആഗ്രഹിക്കാനോ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഖുർആനിലും അതുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, വലാ തതമന്നൗ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്,
ജനങ്ങൾക്ക് ചിലരേക്കാൾ ഞാൻ മഹത്വം നൽകും. ചിലർക്ക് സമ്പത്ത് കൂടുതലായിരിക്കും, നമ്മുടെ സ്വന്തം ജ്യേഷ്ഠനായിരിക്കും, ചിലപ്പോൾ അനുജനായിരിക്കും. പക്ഷെ നീ അത് കണ്ണു വെക്കരുത്, നീ അത് ആഗ്രഹിക്കരുത്, നീ അങ്ങോട്ടേക്ക് നോക്കരുത്. ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്തതാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, നിനക്ക് വേണമെങ്കിൽ നീ അള്ളാഹുവിനോട് ചോദിക്കേ, നീ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല, സൃഷ്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് സമ്പത്ത് വന്നപ്പോൾ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകൻ കൊടുത്തു. സുമ്മസാൽത്തു, പിന്നെയും ഞാൻ ചോദിച്ചു എന്ന് അദ്ദേഹം പറയാണ്. പിന്നെയും കൊടുത്തു, പിന്നെയും ചോദിച്ചു, അപ്പോഴും കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യാ ഹക്കീം, അല്ലയോ ഹക്കീമേ, ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖദിറ, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ളതാണ്, നല്ല പച്ചപ്പുള്ളതാണ്. മധുരം ഹൃദയത്തെ പെട്ടെന്ന് കീഴ്പ്പെടുത്തും. പച്ചപ്പും ഇതേപോലെയാണ് ദുനിയാവിൽ. പണം ഇങ്ങനെ വരുമ്പോൾ അത് പെട്ടെന്ന് മനുഷ്യനെ കീഴ്പ്പെടുത്തി കളയും. അപ്പൊ പിന്നെ ദീനും ഉണ്ടാവില്ല, നന്മകളൊന്നും ഉണ്ടാവില്ല അവന്റെ മുന്നിൽ. ആ പണം വരുന്ന വഴി അടഞ്ഞു പോകാൻ പാടില്ല എന്നൊരു ലക്ഷ്യം മാത്രമേ അവനുണ്ടാവുള്ളൂ. അതിനുവേണ്ടി എന്ത് വേഷം അവൻ കിട്ടും, ഏത് കോലം അവൻ സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറയുന്നത്, ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖദിറ, ഇത് പച്ചപ്പുള്ളതും മധുരമുള്ളതുമാണ്. എന്നാൽ ഒരു മനുഷ്യൻ അത് സമ്പാദിക്കുന്നത് അവന്റെ വിശാലമായ ഹൃദയത്തോടുകൂടിയും ഹലാലായ വഴിയിലും അവൻ ആളുകളെ സഹായിക്കണമെന്നുള്ള നല്ല ചിന്തയിലും മാന്യമായിട്ടാണ് അവൻ കച്ചവടം ചെയ്യുന്നത്, സമ്പാദിക്കുന്നതെങ്കിൽ അതിൽ വലിയ ബർക്കത്ത് അവന് നൽകപ്പെടും. എന്നാൽ ഒരാൾ സമ്പാദിക്കുന്നത് അത്യാർത്ഥിയിലൂടെയാണ്, കൈക്കൂലിയിലൂടെയാണ്, അഴിമതിയിലൂടെയാണ്, വഞ്ചനയിലൂടെയാണ്, കള്ളത്തരങ്ങളിലൂടെയാണെങ്കിൽ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവൂല. എന്നിട്ട് പ്രവാചകൻ പറയുണ്ടായി, അവന്റെ ഉദാഹരണം ചില ആൾക്കാർക്ക് ഒരു അസുഖമുണ്ട്. പ്രവാചകൻ പറയും, അവർ തിന്നും പക്ഷെ വയറ് നിറയൂല. അങ്ങനെയുള്ള ജൂൽ ബക്കർ എന്ന് പറയുന്ന രോഗം പിടിച്ച ആളെ പോലെയാണ് അവൻ. എത്ര കിട്ടിയാലും അവന്റെ പ്രശ്നം തീരൂല. ഉയർന്നു നിൽക്കുന്ന കൈയാണ് താഴ്ന്നു നിൽക്കുന്ന കൈയേക്കാൾ ശ്രേഷ്ഠമായത്. കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത്. നീ ആരിടത്തും വാങ്ങാൻ നിൽക്കരുത്, നീ പരമാവധി അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിക്കുകയാണ്. ഹക്കീം റളിയല്ലാഹു അൻഹു 3 പ്രാവശ്യം ചോദിച്ചു. പിന്നെ ഉടനെ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞാൻ ചോദിക്കൂല പ്രവാചകരെ, ആരോടും ചോദിക്കൂല, ഒരു മനുഷ്യനോട് ഞാൻ ചോദിക്കൂല. നബി തങ്ങളുടെ കാലം കഴിഞ്ഞു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് സ്വത്തുക്കൾ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഓഹരി കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ പ്രവാചകനോട് പറഞ്ഞതാണ്, ഒരു സൃഷ്ടിയുടെ അടുത്തൊന്നും ഞാൻ മേടിക്കൂല. പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ കാലം വന്നപ്പോഴും ഉമർ റളിയല്ലാഹു വിളിച്ചു, അദ്ദേഹം സ്വീകരിച്ചില്ല. ഉമർ റളിയല്ലാഹു മുഴുവൻ മുസ്ലിമീങ്ങളോടും പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിന്റെ സ്വത്ത് ഇദ്ദേഹത്തിന് വേണമെന്ന് ചോദിച്ചു, ഇദ്ദേഹം വാങ്ങിക്കാത്തതാണ്, നിങ്ങളൊക്കെ അതിന് സാക്ഷിയാണ്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും അദ്ദേഹം അത് സ്വീകരിക്കാതെ മരണപ്പെട്ടു. സഹാബാക്കൾക്ക് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ജനങ്ങളെ ആശ്രയിച്ചാൽ നീ നിന്ദ്യനാവും, ആരെയും ആശ്രയിക്കരുത്, നിന്റെ ഉടമസ്ഥനെ മാത്രമേ നീ ആശ്രയിക്കാൻ പാടുള്ളൂ. അവൻ നിന്നോട് പറയുകയാണ്, നിന്റെ ആവശ്യം എന്നോട് പറയും, ഞാൻ പൂർത്തീകരിച്ചു തരും. അങ്ങനെയുള്ള റബ്ബിനോടാണ് നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടത്, അവനിലേക്കാണ് നമ്മുടെ വിഷയങ്ങൾ നമ്മൾ സമർപ്പിക്കേണ്ടത്. നബിതങ്ങളോട് പോലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, ലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തി ദുനിയ ലിനഫ്തിനഹും ഫീ വറിസ്ഖു റബ്ബിക ഖൈറു വഅബ്ഖാ. ദുനിയാവിൽ ചില ആൾക്കാർക്ക് ഞാൻ കൊടുത്തത് നീ കണ്ണ് നീട്ടി നോക്കുക പോലും ചെയ്യരുത്. തമുദ്ദന്ന എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടുകൂടി നോക്കലാണ്. ലാ തമുദ്ദന്ന ഐനൈക, ആഗ്രഹത്തോടുകൂടി, അറിയാതെ ചിലപ്പോൾ നോക്കിപ്പോകും. ആഗ്രഹത്തോടുകൂടി നീ ആ സാധനങ്ങള്, വസ്തുക്കള്, വിഭവങ്ങള് നോക്കാൻ പോലും പാടില്ല. അങ്ങനെ നീ ആഗ്രഹത്തോടെ നീ അത് നോക്കുക പോലും ചെയ്യരുത്. അതൊക്കെ പരീക്ഷിക്കാൻ ഞാൻ കൊടുത്തതാണ്. ഇന്നത് നല്ല അവസ്ഥയിലാണെങ്കിൽ നാളെ അത് മോശമായ അവസ്ഥയിലായിരിക്കും. അതൊക്കെ പരീക്ഷണമാണ്. വൽ ആഖിറത്തു, ആഖിറമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, എന്നും നിലനിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. നബി തങ്ങൾ പറയുന്നുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്, നാളെ ആഖിറത്തിൽ അല്ലാഹു ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സുഖിച്ച ഒരാളെ കൊണ്ടുവരും. അയാൾ നരകാവകാശിയാണ്, ഒരുപാട് തോന്നിയാസങ്ങൾ ചെയ്തു, എല്ലാ സൗകര്യങ്ങളും അയാൾക്ക് നൽകപ്പെട്ടിരുന്നു. അയാളെ അല്ലാഹു നരകത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് ചോദിക്കും, ഹൽ റഅയ്ത ഖൈറൻ ഖത്തു ഹൽ റഅയ്ത നഈമൻ ഖത്തു, നീ എന്തെങ്കിലും ദുനിയാവിൽ സുഖം കണ്ടിരുന്നോ? സത്യത്തിൽ അയാളാണ് ഏറ്റവും വലിയ സമ്പന്നൻ, ഏറ്റവും വലിയ സുഖം ദുനിയാവിൽ കണ്ട ആൾ അയാളാണ്. അപ്പോൾ ആ മനുഷ്യൻ നരകത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് അയാളോട് ചോദിക്കും, അയാൾ പറയും, ഞാൻ ഒരു അനുഗ്രഹവും ഇതുവരെ കണ്ടിട്ടില്ല, ഒരു സുഖവും ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല.
അതാണ് നരകത്തിന്റെ ഭയാനകത അത്രമാത്രമാണ്. അതൊന്ന് മുക്കിയെടുത്താൽ തന്നെ അനുഭവിച്ചത് മൊത്തം മറന്നുപോകും. വേറൊരാളെ കൊണ്ടുവരും, അയാൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ആളാണ്, ദുനിയാവിൽ കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും വിഷമങ്ങളും അനുഭവിച്ച ആളാണ്. അയാളെ അള്ളാഹു സ്വർഗത്തിലൊന്ന് നടത്തി കൊണ്ടുവരും. അയാളോട് ചോദിക്കും, നീ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വിഷമം നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? അയാളാണ് സത്യത്തിൽ ഏറ്റവും വലിയ വിഷമം അനുഭവിച്ച ആള്. അയാൾ പറയും, ഞാൻ ഒരു പ്രയാസം ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ആ അനുഗ്രഹങ്ങള്, സ്വർഗത്തിന്റെ വിശാലമായ നിഅമത്തുകൾ കാണുമ്പോൾ ദുനിയാവിന്റെ പ്രയാസങ്ങളൊക്കെ അവൻ മറന്നുപോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് വിജയത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം അള്ളാഹു പറയുന്നത് നമ്മുടെ ഇച്ഛകളെയും താല്പര്യങ്ങളെയും നിയന്ത്രിക്കലാണ്. അള്ളാഹുവിന്റെ മുന്നിൽ നിർത്തപ്പെടും. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ഇവിടെ നേടാൻ കഴിയൂല, ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റൂല. അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്താനുള്ള വഴി. എന്നാൽ ഒരാൾ ദുനിയാവിന്റെ സുഖങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകി, അയാൾക്ക് ലക്ഷ്യ ദുനിയാവ്, അതിന്റെ സുഖങ്ങളാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ അവന്റെ മടക്കസ്ഥലം നരകത്തിലേക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിന്റെയും പരാജയത്തിന്റെയും ചെറിയ ആയത്തുകളിലൂടെ അതിന്റെ വിശദീകരണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂറത്തു നാസിയാത്തിൽ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിന്റെ താൽക്കാലിക തത്വവും അതുപോലെ തന്നെ ഇതിന്റെ വഞ്ചനയുമൊക്കെ വളരെ വിശദമായി വിവരിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ മനസ്സിൽ പൂർണ്ണമായി ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അതിലൂടെ ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ വിജയിക്കാനും അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.